കെ സുധാകരൻ പ്രതികരണത്തിന് ഒന്നും പ്രതികരിക്കുന്നില്ല. നാളെ കാണാം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അർജുൻ കല്യാട് വിവരങ്ങളുമായി. അർജുൻ, ഒന്നും പറയാൻ തയ്യാറായിട്ടില്ല കെ സുധാകരൻ എന്നല്ലേ? നേരത്തെ പാർട്ടി പ്രതികരണം വിലക്കിയിരുന്നു. അതായിരിക്കുമോ? നമുക്ക് എന്താണ് നിങ്ങളുടെ ചോദ്യങ്ങളോട് അദ്ദേഹം എങ്ങനെയാണ് പ്രതികരിച്ചത്? കെ സുധാകരൻ എന്തായാലും ഒരു വിശദമായ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. നേരത്തെ തന്നെ അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു അത്തരത്തിലുള്ളൊരു പ്രതികരണം ഉണ്ടാവില്ല എന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കിയതുമാണ്. എന്തായാലും കെ സുധാകരൻ ഒരു തരത്തിലുമുള്ള ഒരു പ്രതികരണത്തിന് തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും നേതൃത്വം തീരുമാനിക്കണം എന്നുള്ള കാര്യം അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. അതായത് അനുനയം ഇപ്പോഴും സാധ്യമായിട്ടില്ല എന്ന് വേണം സുധാകരൻ്റെ വളരെ ചെറിയ രീതിയിലുള്ള പ്രതികരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും സുധാകരൻ നാളെ ഡൽഹിയിലേക്ക് പോകുമോ എന്നുള്ള ചോദ്യത്തിന് പോലും അദ്ദേഹം പ്രതികരണം നടത്തിയിട്ടില്ല. ഏത് തരത്തിലായിരിക്കും അദ്ദേഹത്തിൻ്റെ തുടർ നീക്കങ്ങൾ എന്നത് ഇപ്പോഴും ഒരു ആകാംക്ഷയായി തന്നെ തുടരുകയാണ്. കെ സുധാകരൻ പരിപാടി കഴിഞ്ഞ് മടങ്ങിയിരിക്കുന്നു. ഒരു പരസ്യ പ്രതികരണത്തിന് അദ്ദേഹം തയ്യാറാവുന്നില്ല. അദ്ദേഹം തനിക്ക് പറയാനില്ല, പിന്നീട് പറയാം, അല്ലെങ്കിൽ നാളെ പറയാം എന്നുള്ള ഒരു പ്രതികരണം മാത്രമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരും നാളെ പറയും എന്നുള്ള കാര്യം മാത്രമാണ് ഈ പറയുന്ന മാധ്യമപ്രവർത്തകർ പ്രതികരണ ചോദ്യഘട്ടത്തിൽ സൂചിപ്പിച്ചിരുന്നത്. എന്തായാലും അനുനയം ഇപ്പോഴും സാധ്യമായിട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന തരത്തിലാണ് സുധാകരന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ വന്നിട്ടുള്ള ഈ പ്രതികരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. സുധാകരൻ തന്റെ പി ആയിരുന്ന രമേശിന്റെ കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകി അതിന്റെ താക്കോൽ നൽകുന്ന ചടങ്ങിനെത്തിയതായിരുന്നു. അവിടെ വൈകാരികമായ പ്രതികരണം ആ ചടങ്ങിൽ കണ്ടിരുന്നു. കെ സുധാകരൻ കരഞ്ഞുകൊണ്ടാണ് പ്രസംഗിച്ചത്. CPM നിന്നും CPM ഗുണ്ടകളിൽ നിന്നും തന്നെ രക്ഷിച്ചത് കപ്പടന്റെ മെഷീൻ എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. അർജുൻ, അവിടെയുള്ള പ്രവർത്തകരുടെ പ്രതികരണം കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. അദ്ദേഹത്തിന്റെ അനുയായികൾ എന്ന് തന്നെ കരുതാവുന്നവരാണ് ഇപ്പോൾ കെ സുധാകരനൊപ്പം എത്തിയിട്ടുള്ളത്. അവരെന്തു പറയുന്നു അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട്? അർജുൻ, അവരുടെ പ്രതികരണങ്ങൾ നമുക്ക് കിട്ടുമല്ലോ. അതായത് കഴിഞ്ഞ ദിവസം നിങ്ങളൊക്കെ എന്താണ് ഏതെങ്കിലും ഒന്നും പറയാനില്ല. ഒപ്പുണ്ടാവും. കെ സുധാകരൻ എടുക്കുന്ന ഏത് തീരുമാനത്തിനും ഒപ്പം ഉണ്ടാവും. സുധാകരൻ എടുക്കുന്ന ഏത് തീരുമാനത്തിനൊപ്പം ഉണ്ടാവും എന്നുള്ളത് നിങ്ങളൊക്കെ ഇപ്പോൾ കെ സുധാകരൻ എടുക്കുന്ന ഏത് തീരുമാനത്തിനോടൊപ്പം ഉണ്ടാവും എന്ന തരത്തിലാണ് ഇവിടെയുള്ള കോൺഗ്രസ് പ്രവർത്തകന്മാർ പറയുന്നത്. എന്തായാലും ഈ ഘട്ടത്തിൽ മറ്റ് പ്രതികരണങ്ങൾക്കൊന്നും തന്നെ സുധാകരൻ്റെ അനുയായികളും തയ്യാറാവുന്നില്ല എന്നതും വളരെ പ്രധാനമാണ്. കഴിഞ്ഞ ദിവസം ഉൾപ്പെടെ സുധാകരൻ്റെ വീട്ടിലേക്കെത്തി ഈ പറയുന്ന സുധാകരൻ മത്സരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടാകും, അല്ലെങ്കിൽ സുധാകരൻ മത്സരിക്കണമെന്ന ആവശ്യം ഉയർത്തിയിട്ടുള്ള പ്രവർത്തകർ പോലും ഈ ഘട്ടത്തിൽ ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ഒരു പ്രതികരണത്തിന് തയ്യാറാവുന്നില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ ഇവിടെ തുടരുകയാണ്. കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ ഇതിപ്പോൾ എന്താ നിങ്ങളെ പാർട്ടി തീരുമാനിക്കുന്ന അദ്ദേഹം പറഞ്ഞല്ലോ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഇന്ന് തന്നെ വരികയാണ്. അപ്പോൾ തുടർന്ന് പാർട്ടി തീരുമാനിക്കുന്ന കെ സുധാകരൻ തന്നെ പറഞ്ഞപ്പോൾ അതിനപ്പുറത്തേക്ക് എന്താണ് അഭിപ്രായം? തീരുമാനിക്കട്ടെ എന്നുള്ള നിലപാട് കെ സുധാകരൻ തന്നെ അത് വ്യക്തമാക്കി. നിങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നുള്ളൂ പാർട്ടി തീരുമാനിക്കും അദ്ദേഹം പറഞ്ഞു. അതിനപ്പുറത്തേക്ക് ഒരു തീരുമാനമില്ല. പാർട്ടിക്ക് അപ്പുറത്തേക്കല്ലോ ഞങ്ങളാരും. ഒരു ആശയക്കുഴപ്പമുണ്ടോ? ഒരു ആശയക്കുഴപ്പമില്ല. KSUവിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമ്മാസാണ് ഇവിടെ പ്രതികരണം നടത്തിയത്. പാർട്ടി തീരുമാനിക്കട്ടെ എന്നുള്ള ഒരു നിലപാടിലാണ് കെ സുധാകരൻ ഉള്ളത് എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ ഇല്ല, വഴങ്ങോ ഇല്ല എന്നുള്ളതല്ല, AICC എടുക്കുന്ന തീരുമാനം, ആ തീരുമാനമാണ് വർക്കിംഗ് കമ്മിറ്റി മെമ്പർ എന്ന നിലയിൽ കെ സുധാകരൻ തീരുമാനിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. പ്രസിഡന്റ് ഏത് ഘട്ടത്തിലും സുധാകരൻ മാധ്യമപ്രവർത്തകരെ കാണാൻ മടി കാണിക്കുന്ന ഒരാളല്ല. പക്ഷേ ഇപ്പോൾ എന്താണ് ഇങ്ങനെ ഒരു
അല്ല, അത് ഇന്ന് അദ്ദേഹം വന്നിരിക്കുന്നത് ഇവിടെ അദ്ദേഹത്തിന്റെ സന്തത സഹചാരിയായ കാപ്പാടൻ രമേശിന്റെ വീടിന്റെ താക്കോൽദാന കർമ്മത്തിന് വന്നതാണ്. ആ ഒരു സാഹചര്യത്തിലായിരിക്കാം അദ്ദേഹം മീഡിയാസിനെ കാണാതിരുന്നത്. വാർത്തകൾ അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി ഉണ്ടാവുന്ന ഘട്ടത്തിലും കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം വാർത്തകൾ ചുറ്റിപ്പറ്റി ഏത് കാലത്തും ഉള്ളതാണ്. കാരണം മനോരമ ന്യൂസ് അവാർഡ് കിട്ടിയതാണ്. അപ്പോൾ കെ സുധാകരന്റെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമല്ലേ? അല്ല, അത് ഇങ്ങനെ ഒരു വിവാദം ഉണ്ടായത് കണ്ണൂരിലെ വിജയസാധ്യതയെ ബാധിച്ചിട്ടുണ്ടോ? DC പ്രസിഡന്റ് അല്ല, DCCക്ക് ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, DCCക്ക് നിയമസഭ സ്ഥാനാർത്ഥിയോ അതും വർക്കിംഗ് കമ്മിറ്റി മെമ്പർ പോലെയുള്ള ഒരാളുടെ സ്ഥാനാർത്ഥിത്വത്തിൽ, ഒരു MPയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ DCCക്ക് എന്ത് ചെയ്യാനാണ്? സുധാകരൻ ഡൽഹിയിലേക്ക് അല്ല, അത് എനിക്കറിയില്ല, അതിനെപ്പറ്റി ഒന്നും. അല്ല, ഇങ്ങനെ ഒരു വിവാദം ഉണ്ടായത് വിജയ ശതമാനത്തെ ബാധിക്കും. ഇങ്ങനെ ഒരു വിവാദം ഒന്നുമില്ല. വിവാദങ്ങൾ എപ്പോഴും ഏറ്റവും വലിയ മതേതര ജനാധിപത്യ പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. സ്ഥാനാർത്ഥി നിർണയത്തിൽ എപ്പോഴും ഇങ്ങനെ ചർച്ചകൾ സ്വാഭാവികമായി ഉണ്ടാകാറുണ്ട്. അതൊന്നും കോൺഗ്രസിന്റെ വിജയ സാധ്യതയെ ബാധിക്കലില്ല. ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും. DCC പ്രസിഡന്റ് മാർട്ടിൻ അവിടെ പ്രവർത്തകരുടെ പ്രതികരണമൊക്കെയാണ് കണ്ടത്. ഏതായാലും പാർട്ടി തീരുമാനിക്കും എന്നുള്ള ഒരു നിലപാടിലേക്ക് കെ സുധാകരൻ എത്തുന്നു എന്ന് സംശയമുണ്ട്. അദ്ദേഹം പ്രതികരിക്കാനും പ്രകോപന പ്രതികരണങ്ങളിലേക്കൊന്നും പോകാതിരിക്കാനും ശ്രദ്ധ വയ്ക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം